എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളെ, ഇന്ന് നമ്മൾ ഫിസിക്സിലെ 5ാമത്തെ പാഠമായ വൈദ്യുതോർജ്ജത്തിന്റെ ഉപയോഗവും സംരക്ഷണവും അഥവാ ഇലക്ട്രിക് എനർജി കൺസംഷൻ ആൻഡ് കോൺസർവേഷൻ എന്നതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. രസകരമായ ഒരു പാഠമാണ്. നമ്മുടെ നിത്യജീവിതവുമായി ഒരുപാട് ബന്ധമുള്ള കാര്യങ്ങളാണിതിൽ പറയുന്നത്. എല്ലാവരും റെഡിയല്ലേ? നമ്മുടെ വീടുകളിൽ വൈദ്യുതി പാഴായി പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ആരുമില്ലാത്ത മുറിയിൽ ഫാനും ലൈറ്റും പ്രവർത്തിക്കുന്നത് കാണാം. നിങ്ങൾ വൈദ്യുതി പാഴാക്കാറുണ്ടോ? സത്യം പറയണം. നമ്മുടെ വീടുകളിലെ ഏതൊക്കെ ഉപകരണങ്ങളാണ് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത്? ഒന്ന് പറഞ്ഞു നോക്കൂ. അതെ, ട്യൂബ് ലൈറ്റ്, ഇലക്ട്രിക് കെറ്റിൽ, ഫാൻ, ഇലക്ട്രിക് അയൺ, മിക്സി, TV, ഫ്രിഡ്ജ്, അങ്ങനെ ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഈ ഉപകരണങ്ങളെല്ലാം വൈദ്യുതോർജ്ജത്തെ പലതരം ഊർജ്ജരൂപങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരു മിക്സി പ്രവർത്തിക്കുമ്പോൾ ഏതൊക്കെ ഊർജ്ജരൂപങ്ങളാണുണ്ടാകുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ. യാന്ത്രികോർജ്ജം അഥവാ മെക്കാനിക്കൽ എനർജി ഉണ്ടാകുന്നു, അല്ലേ? മിക്സിയുടെ ബ്ലേഡ് കറങ്ങുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഊർജ്ജമാണുണ്ടാകുന്നത്? നല്ല ശബ്ദമുണ്ടാവാറില്ലേ? അപ്പോൾ ശബ്ദോർജ്ജം അഥവാ സൗണ്ട് എനർജി ഉണ്ടാകുന്നു. കുറച്ചുനേരം പ്രവർത്തിച്ചാൽ മിക്സിയുടെ ജാർ ചൂടാവുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, താപോർജ്ജം അഥവാ ഹീറ്റ് എനർജിയും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത വൈദ്യുതോർജ്ജം ഈ പല രൂപങ്ങളിലേക്കും മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു ഉപകരണം പ്രധാനമായും ഏത് ഊർജ്ജരൂപത്തിലേക്കാണോ വൈദ്യുതോർജ്ജത്തെ മാറ്റുന്നത്, അതാണ് ആ ഉപകരണത്തിലെ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലം അഥവാ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ബൾബ് പ്രകാശോർജ്ജം തരുന്നു, ഫാൻ യാന്ത്രികോർജ്ജം തരുന്നു, ഇസ്തിരിപ്പെട്ടി താപോർജ്ജം തരുന്നു. എല്ലാ ഉപകരണങ്ങളും ഒരേ ആവശ്യത്തിനാണോ ഉപയോഗിക്കുന്നത്? അല്ല. വൈദ്യുതിക്ക് ഇങ്ങനെ പലതരം ഫലങ്ങളുളവാക്കാൻ സാധിക്കും. ഇനി നമുക്ക് വൈദ്യുതിയുടെ താപഫലത്തെക്കുറിച്ച് അഥവാ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് വിശദമായി പഠിക്കാം. വൈദ്യുതോർജ്ജം പ്രധാനമായും താപോർജ്ജമായി മാറുന്നതിനെയാണ് വൈദ്യുതിയുടെ താപഫലമെന്ന് പറയുന്നത്. ഈ തത്വം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ഇലക്ട്രിക് ഹീറ്റിംഗ് ഉപകരണങ്ങൾ. ഉദാഹരണങ്ങൾ പറയാമോ? അതെ, ഇലക്ട്രിക് ഹീറ്റർ, ഇലക്ട്രിക് കെറ്റിൽ, ഇസ്തിരിപ്പെട്ടി എന്നിവയെല്ലാം ഈ ഹീറ്റിംഗ് ഉപകരണങ്ങളിലെല്ലാം പൊതുവായൊരു ഭാഗമുണ്ട്. അതാണ് ഹീറ്റിംഗ് കോയിൽ. താപം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഭാഗത്തെയാണ് ഹീറ്റിംഗ് എലമെന്റ് എന്ന് പറയുന്നത്. ഈ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നിക്രോം എന്ന ഒരു ലോഹസങ്കരം അഥവാ അലോയ് ഉപയോഗിച്ചാണ്. എന്തുകൊണ്ടാണ് നിക്രോം തന്നെ ഇതിനുപയോഗിക്കുന്നത്? അതിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമതായി, നിക്രോമിന് ഉയർന്ന റെസിസ്റ്റിവിറ്റിയുണ്ട്. റെസിസ്റ്റിവിറ്റി കൂടുമ്പോൾ കൂടുതൽ താപമുണ്ടാകും. രണ്ടാമതായി, ഉയർന്ന ദ്രവണാങ്കമുണ്ട്. അതായത് എത്ര ചൂടായാലും അത് പെട്ടെന്ന് ഉരുകിപ്പോകില്ല. മൂന്നാമതായി, ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിൽക്കാനുള്ള കഴിവുണ്ട്. ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ഗുണങ്ങളുള്ളതുകൊണ്ടാണ് നിക്രോം ഹീറ്റിംഗ് കോയിലായി ഉപയോഗിക്കുന്നത്. ഒരു ചാലകത്തിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന താപം എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും? ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം ജൂൾ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് ജൂൾ നിയമം? ശ്രദ്ധിച്ചു കേൾക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് H വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിനും ചാലകത്തിന്റെ പ്രതിരോധത്തിനും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിനും നേരനുപാതത്തിലായിരിക്കും. അതായത് H is directly proportional to I² R and T. ഇത് നമുക്കൊരു സമവാക്യമായി എഴുതാം. H is equal to I² RT. ഇതാണ് ജൂൾ നിയമത്തിന്റെ ഗണിതരൂപം. താപത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ജൂൾ J എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. ഈ നിയമമനുസരിച്ച് കറന്റ് ഇരട്ടിയായാൽ താപം എത്ര മടങ്ങാകും? I² ആയതുകൊണ്ട് കറന്റ് ഇരട്ടിയായാൽ താപം 4 മടങ്ങാകും. കൊള്ളാം. സമയം ഇരട്ടിയായാലോ? താപവും ഇരട്ടിയാകും. പ്രതിരോധം ഇരട്ടിയായാലും താപം ഇരട്ടിയാകും. മനസ്സിലായോ? നമുക്കീ സമവാക്യം വെച്ച് H is equal to I² RT വെച്ച് ചില കണക്കുകൾ ചെയ്തു നോക്കിയാലോ? ഒരു ചോദ്യം തരാം. 100 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിലൂടെ 0.5 ആംപിയർ കറന്റ് 5 മിനിറ്റ് നേരം പ്രവഹിച്ചാൽ എത്ര താപമുണ്ടാകും? ഇവിടെ R is equal to 100 ഓം, I is equal to 0.5 ആംപിയർ, T is equal to 5 minutes. സമയത്തെ എപ്പോഴും സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ T is equal to 5 into 60 is equal to 300 seconds. ഇനി സമവാക്യത്തിൽ ഇട്ടുകൊടുക്കാം. H is equal to 0.5 square into 100 into 300 equal to 0.25 into 100 into 300 equal to 7500 ജൂൾ. എളുപ്പമല്ലേ?
ചിലപ്പോൾ കണക്കുകളിൽ കറന്റ് ഐ തന്നിട്ടുണ്ടാവില്ല, പകരം വോൾട്ടേജ് ആയിരിക്കും തരുന്നത്. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? പേടിക്കണ്ട, നമുക്ക് ഓം നിയമം ഉപയോഗിക്കാം. ഓം നിയമം അനുസരിച്ച് V = IR ആണ്. ഇതിൽ I = V/R എന്ന് കിട്ടും. ഈ ഐയുടെ വില H = I²RT എന്ന സമവാക്യത്തിൽ കൊടുത്താൽ H = V²T/R എന്ന പുതിയൊരു സമവാക്യം കിട്ടും. ഇനി ആറിന് പകരം R = V/I എന്ന് കൊടുത്താലോ? H = VIT ആണ് ശരിയായ രൂപം. അപ്പോൾ നമുക്ക് താപം കണ്ടുപിടിക്കാൻ ഇപ്പോൾ 3 സമവാക്യങ്ങളായി. H = I²RT, H = V²T/R, H = VIT. സാഹചര്യത്തിനനുസരിച്ച് ഇതിലേതു വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് വൈദ്യുതിയുടെ പവർ അഥവാ ഇലക്ട്രിക് പവറിനെക്കുറിച്ച് പഠിക്കാം. ഒരു ഇലക്ട്രിക് ഉപകരണം ഒരു സെക്കൻഡിൽ എത്ര വൈദ്യുതോർജ്ജം ഉപയോഗിക്കുന്നു അഥവാ എത്ര പ്രവൃത്തി ചെയ്യുന്നു എന്നതിന്റെ അളവാണ് പവർ. പവർ എന്നത് പ്രവൃത്തി ചെയ്യാനെടുക്കുന്ന സമയത്തിന്റെ നിരക്കാണ്. പവർ = വർക്ക് ബൈ ടൈം. ഇവിടെ താപോർജ്ജമാണ് ഉണ്ടാകുന്നതെങ്കിൽ വർക്ക് = H. അപ്പോൾ P = H/T. Hന്റെ ഓരോ സമവാക്യത്തെയും T കൊണ്ട് ഹരിച്ചാൽ പവറിനുള്ള സമവാക്യങ്ങൾ കിട്ടും. P = I²RT/T = I²R. P = V²T/R = V²/R. P = VIT/T = VI. അപ്പോൾ പവറിനും നമുക്ക് 3 സമവാക്യങ്ങളുണ്ട്. P = I²R, P = V²/R, P = VI. പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. W എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. ഒരു ഉപകരണത്തിന്റെ പവർ അറിഞ്ഞാൽ അതൊരു നിശ്ചിത സമയം പ്രവർത്തിക്കുമ്പോൾ എത്ര താപം അഥവാ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കും എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? പവർ = H/T എന്ന സമവാക്യത്തിൽ നിന്നും H = PT എന്ന് എഴുതാം. ഇത് വളരെ ഉപകാരപ്രദമായ ഒരു സമവാക്യമാണ്. ഉദാഹരണത്തിന് 500 വാട്ട് പവറുള്ള ഒരു ഹീറ്റർ 5 മിനിറ്റ് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന താപം H = 500 × 5 × 60 = 1,50,000 ജൂളായിരിക്കും. എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? എല്ലാ ഉപകരണങ്ങളിലും അതിന്റെ പവറും അത് പ്രവർത്തിപ്പിക്കേണ്ട വോൾട്ടേജും രേഖപ്പെടുത്തിയിരിക്കും. നമ്മുടെ നാട്ടിൽ വീടുകളിൽ കിട്ടുന്ന വോൾട്ടേജ് എത്രയാണ്? അതെ, 230 വോൾട്ട്. അപ്പോൾ ഉപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പവർ 230 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന പവറായിരിക്കും. വോൾട്ടേജ് കൂടിയാലോ കുടിഞ്ഞാലോ പവറിൽ വ്യത്യാസം വരും. ഇത് ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ വരുത്താനും കാരണമാകും. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജത്തിന്റെ അളവ് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക് സർക്യൂട്ടിൽ ഒരു ഉപകരണം ഘടിപ്പിച്ചിട്ടുണ്ട്. എന്താണതിന്റെ പേര്? വാട്ട് മീറ്റർ. കൊള്ളാം. ഈ മീറ്ററിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജത്തിന്റെ അളവ് രേഖപ്പെടുത്തുന്നത്. ഊർജ്ജം ജൂളിൽ രേഖപ്പെടുത്തിയാൽ എന്താണ് കുഴപ്പം? ഒരു 9W ബൾബ് 1 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഊർജ്ജം E = PT = 9 × 3600 = 32,400 ജൂളാണ്. ഒരു മാസമാകുമ്പോഴേക്കും ഇത് വളരെ വലിയൊരു സംഖ്യയാവും. അപ്പോൾ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളുടെയും കൂടി ഒരു മാസത്തെ ഊർജ്ജം കണക്കാക്കിയാൽ അത് രേഖപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ അസൗകര്യം ഒഴിവാക്കാൻ വൈദ്യുതോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റായ കിലോവാട്ട് അവർ അതായത് kWh ഉപയോഗിക്കുന്നു. ഈ kWh ആണ് നമ്മൾ സാധാരണ പറയുന്ന യൂണിറ്റ്. ഒരു യൂണിറ്റ് വൈദ്യുതി എന്ന് പറഞ്ഞാൽ 1 കിലോവാട്ട് അവർ ആണ്. എന്താണ് 1 കിലോവാട്ട് അവർ? 1000 വാട്ട് അതായത് 1 കിലോവാട്ട് പവർ ഉള്ള ഒരു ഉപകരണം 1 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഊർജ്ജമാണ് 1 കിലോവാട്ട് അവർ അഥവാ 1 യൂണിറ്റ്. 1 കിലോവാട്ട് അവർ = 1000 വാട്ട് × 1 മണിക്കൂർ, അതായത് 1000 വാട്ട് × 3600 സെക്കൻഡ്, അതായത് 36 ലക്ഷം ജൂൾ. ഇത് ഓർത്തുവെക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലെ ഒരു മാസത്തെ വൈദ്യുതി ഉപയോഗം യൂണിറ്റിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ആകെ ഉപയോഗിച്ച യൂണിറ്റുകളുടെ എണ്ണം = എല്ലാ ഉപകരണങ്ങളുടെയും ആകെ പവർ വാട്ടിൽ × പ്രവർത്തിച്ച സമയം മണിക്കൂറിൽ /1000. ഈ ഫോർമുല ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിലെ വൈദ്യുതി ഉപയോഗം കണക്കാക്കി നോക്കണം. എന്നിട്ട് ഇലക്ട്രിസിറ്റി ബില്ലുമായി ഒത്തുനോക്കണം. ശരിയാവുന്നുണ്ടോ നോക്കാലോ. നമ്മുടെ വൈദ്യുത ബിൽ കൂടാൻ കാരണമെന്തായിരിക്കും? അതെ, വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്നതുകൊണ്ടാണ്. ഉപയോഗം കൂടുന്നതനുസരിച്ച് യൂണിറ്റിന്റെ വിലയും കൂടും. അതായത് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവരിൽ നിന്ന് ഉയർന്ന നിരക്കും കുറച്ചുപയോഗിക്കുന്നവരിൽ നിന്ന് കുറഞ്ഞ നിരക്കുമാണ് ഈടാക്കുന്നത്. വൈദ്യുതി ഉപയോഗം എങ്ങനെ കുറയ്ക്കാം? എന്തൊക്കെ വഴികളുണ്ട്?
ഒന്നാമതായി, ഊർജ്ജക്ഷമത കൂടിയ ഉപകരണങ്ങൾ വാങ്ങുക. ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ അതിലെ സ്റ്റാർ റേറ്റിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയാണ് ഇത് നൽകുന്നത്. 5 സ്റ്റാർ ഉള്ള ഉപകരണത്തിന് ഊർജ്ജക്ഷമത വളരെ കൂടുതലായിരിക്കും, അതായത് വൈദ്യുതി ഉപയോഗം കുറവായിരിക്കും. സ്റ്റാർ റേറ്റിംഗ് കുറഞ്ഞാൽ വൈദ്യുതി ഉപയോഗം കൂടും. അപ്പോൾ ഇനി പുതിയ ഫ്രിഡ്ജോ എസിയോ വാങ്ങുമ്പോൾ സ്റ്റാർ റേറ്റിംഗ് നോക്കാൻ മറക്കരുത്. രണ്ടാമതായി, ഉപയോഗം കഴിഞ്ഞാൽ ഉടൻ സ്വിച്ചുകൾ ഓഫ് ചെയ്യുക. ഇതൊരു ശീലമാക്കണം. മൂന്നാമതായി, സാധാരണ ബൾബുകൾക്കും ട്യൂബുകൾക്കും പകരം LED ബൾബുകളും ട്യൂബുകളും ഉപയോഗിക്കുക. ഇവയ്ക്ക് വൈദ്യുതി ഉപയോഗം വളരെ കുറവാണ്. അതുപോലെ BLDC ഫാനുകൾ ഉപയോഗിച്ചാൽ സാധാരണ ഫാനുകളേക്കാൾ വൈദ്യുതി ലാഭിക്കാം. വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാൻ KSEB നടപ്പിലാക്കിയൊരു പുതിയ സംവിധാനമാണ് TOD ബില്ലിംഗ്, ടൈം ഓഫ് ദ ഡേ ബില്ലിംഗ്. ഇതനുസരിച്ച് ഒരു ദിവസത്തെ പല സമയമേഖലകളായി തിരിച്ചിട്ടുണ്ട്. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പീക്ക് ടൈം. അപ്പോൾ ഇസ്തിരിപ്പെട്ടിയും മോട്ടോർ, ഗ്രൈൻഡർ, AC തുടങ്ങിയ കൂടുതൽ പവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഈ സമയത്ത് പ്രവർത്തിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ചാർജ് കുറവായിരിക്കും. ഈ സമയങ്ങളിൽ ഇത്തരം ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് വൈദ്യുതി ബിൽ കുറയ്ക്കാൻ സഹായിക്കും. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഊർജ്ജം സംരക്ഷിക്കണം, അതായത് കൺസർവ് എനർജി എന്ന് പറയുന്നത്? നമ്മുടെ ആവശ്യത്തിനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ഊർജ്ജത്തിന്റെ ആവശ്യം ദിനംപ്രതി കൂടുകയാണ്, എന്നാൽ ഉൽപ്പാദനം അത്രയധികം വർദ്ധിക്കുന്നില്ല. ഈ അവസ്ഥയാണ് ഊർജ്ജ പ്രതിസന്ധി, അതായത് എനർജി ക്രൈസിസ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ചില സമയങ്ങളിൽ പവർ കട്ടും ലോഡ് ഷെഡിങ്ങുമൊക്കെ ഉണ്ടാകുന്നത്. വലിയ അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുത നിലയങ്ങൾ, താപവൈദ്യുത നിലയങ്ങൾ, അണവ നിലയങ്ങൾ എന്നിവ പരിസ്ഥിതിക്ക് ദോഷകരമാണോ? അതെ, ഇവയെല്ലാം പലതരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. നമ്മുടെയെല്ലാം ഊർജ്ജത്തിന്റെ ഉറവിടമാരാണ്? സൂര്യൻ. സൗരോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാം. സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ് സോളാർ സെല്ലുകൾ. ഒരു സെല്ലിൽ നിന്ന് വളരെ കുറച്ച് വൈദ്യുതിയെ കിട്ടൂ. അതുകൊണ്ട് ഒരുപാട് സെല്ലുകൾ ചേർത്തുവെച്ചാണ് സോളാർ പാനലുകൾ ഉണ്ടാക്കുന്നത്. വീടുകൾക്ക് മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് നമുക്കാവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് പൂർണ്ണമായും സൗരോർജ്ജത്തിലാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തിൽ ആദ്യമായി സൗരോർജ്ജത്തിൽ പൂർണ്ണമായി പ്രവർത്തിക്കുന്ന എയർപോർട്ടാണിത്. അഭിമാനിക്കാവുന്നൊരു കാര്യമാണല്ലേ? അവസാനമായി കാർബൺ കാൽപ്പാടുകൾ, അതായത് കാർബൺ ഫുട്പ്രിന്റ് എന്താണെന്ന് നോക്കാം. ഓരോ വ്യക്തിയും സ്ഥാപനവും ഉൽപ്പന്നവും പുറത്തുവിടുന്ന ഹരിതഗ്രഹവാതകങ്ങളുടെ ആകെ അളവിനെയാണ് കാർബൺ ഫുട്പ്രിന്റ് എന്ന് പറയുന്നത്. ഈ ഹരിതഗ്രഹവാതകങ്ങളാണ് ആഗോള താപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ കാർബൺ ഫുട്പ്രിന്റ് കുറയ്ക്കാൻ ശ്രമിക്കണം. എങ്ങനെ കുറയ്ക്കാം? പൊതുഗതാഗതം ഉപയോഗിക്കുക, ഭക്ഷണം പാഴാക്കാതിരിക്കുക, മാലിന്യങ്ങൾ കുറയ്ക്കുക, വീട്ടിലെ ഊർജ്ജ ഉപയോഗം കുറയ്ക്കുക എന്നിവയിലൂടെയെല്ലാം നമുക്കിതിൽ പങ്കാളികളാകാം. അപ്പോൾ കുട്ടികളെ, ഊർജ്ജ സംരക്ഷണം എന്നത് ഊർജ്ജ ഉൽപ്പാദനത്തിന് തുല്യമാണ്. ഊർജ്ജം അമൂല്യമാണ്, അത് പാഴാക്കരുത്. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസ്സുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006606363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.